എന്താ കഥ. എഗെയിൻ ഈ സീസണിൽ കൊമ്പന്മാർ വീഴുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ശരിക്ക് കൊമ്പന്മാരുടെ ടീമല്ല വീണത്, അതായത് നമ്മുടെ ചിഹ്നത്തിലൊക്കെ ആനയും കൊമ്പൊക്കെ ഉള്ളത് നമ്മുടെ LSC കാണല്ലോ. പക്ഷേ വീണത് RCB ആണെന്നേ ഉള്ളൂ. പോയിന്റ് ടേബിളിൽ ഓൾമോസ്റ്റ് ടോപ്പിലുണ്ടായ ടീമാണ്, കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരാണ്. പക്ഷേ ഇന്നലെ വീണുപോയി എന്ന് പറയാം. ശരിക്കും ഇന്നലത്തെ കളി നടന്നത് LSG വേഴ്സസ് RCB വേഴ്സസ് റെയിൻ ആയിരുന്നു കേട്ടോ. റെയിനും കളിയുടെ ഒരു ഭാഗമായിരുന്നു എന്ന് വേണം പറയാം. കാരണം ഇടയ്ക്കിടയ്ക്ക് ഏകദേശം 2-3 പ്രാവശ്യം ബ്രേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഫസ്റ്റ് LSG ബാറ്റ് ചെയ്യുന്ന സമയത്ത് ആ ബ്രേക്കുകളൊക്കെ താണ്ടിക്കൊണ്ടാണ് LSG ജയിച്ചതും. അത് മാത്രമല്ല, LSGയുടെ ബാറ്റിങ്ങിലാണ് നമ്മുടെ മിച്ചൽ മാർഷ് സെഞ്ചുറി അടിച്ചത് പോലും ആ മഴയുടെ ഇടയിലായിരുന്നു. മഴ പോലും കളിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു മാച്ചിൽ. അങ്ങനെ മഴയും LSGയും RCBയും കളിച്ചപ്പോൾ അവസാനം LSGക്ക് വിജയം കിട്ടി. മഴ കാരണം 19 ഓവറിലോട്ട് ചുരുക്കിയ മാച്ചിൽ അവസാനം LSG എടുത്തത് 209 റൺസാണ്. 3 വിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് മഴ കാരണം തന്നെ ആ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, DLS മെത്തേഡ് വെച്ചിട്ട് 213 ടാർഗറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് RCBക്ക് 19 ഓവറിൽ. അതായത് 114 ബോളിൽ 213 ജയിക്കാൻ വേണം എന്നുള്ളൊരു ടാർഗറ്റാണ് ശരിക്കും ഉണ്ടായിരുന്നത്. അത്യാവശ്യം നല്ലൊരു ടാർഗറ്റ് തന്നെയാണ്. കുറച്ച് ടഫാണെന്ന് വേണം പറയാം. 200 മേലെ സ്കോർ വരുന്ന സമയത്ത് പൊതുവെ കുറച്ചൊന്ന് പ്രഷർ വരാറുണ്ട്. പക്ഷേ അപ്പുറത്ത് RCB ആയതുകൊണ്ട് അങ്ങനെ ടഫ് ആവില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല, അത്യാവശ്യം ചലഞ്ചിങ് തന്നെയായിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്. ചലഞ്ച് ചെയ്ത് തന്നെ മാക്സിമം പൊരുതി അവസാനം അങ്ങ് വീഴായിരുന്നു. എവിടേക്കോ ജയിക്കുന്നുള്ളൊരു പ്രതീക്ഷകളൊക്കെ തന്ന്, പക്ഷെ അവസാനത്തോട്ട് ആ പ്രതീക്ഷയൊക്കെ കളഞ്ഞുകൊണ്ട് അവസാനം LSG തന്നെ കളി ജയിക്കുകയും ചെയ്തു. 19 ഓവർ കളി നടന്നതുകൊണ്ട് തന്നെ 203 ശരിക്ക് RCBക്ക് എത്താൻ പറ്റിയത്. 6 വിക്കറ്റ് നഷ്ടത്തിൽ 9 റൺസിന്റെ ഒരു വിജയമാണ് ശരിക്കും ഇന്നലെ LSG നേടിയത്. അതിൽ ലാസ്റ്റ് ഓവർ എറിഞ്ഞ ദിഗ്വേഷ് റാട്ടി, ഹാറ്റ്സ് ഓഫ്, ക്ലാപ്സ് എല്ലാം ഉണ്ട്. കാരണം ഒരു ഓവറിൽ, അതായത് 6 ബോളിൽ 20 റൺസ് വേണ്ടിയിരുന്നൊരു മാച്ചിൽ, പ്രത്യേകിച്ച് റൊമാരിയോ ഷെപ്പേർഡ് അതുപോലെ കൃണാൽ പാണ്ഡ്യ, അത്യാവശ്യം ബാറ്റ് ചെയ്യാൻ അറിയുന്ന രണ്ടുപേര്, പ്രത്യേകിച്ച് ബിഗ് ഹിറ്റിന് പേര് കേട്ടിട്ടുള്ള റൊമാരിയോ ഷെപ്പേർഡ് ആയിരുന്നു. അതുപോലെ തന്നെ കൃണാൽ പാണ്ഡ്യ സൈക്കോ ആണ് പ്ലേയിങ്ങിൽ. കാരണം എപ്പോഴാണ് 6-4 അടിക്കാന്നൊന്നും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് അതിന് മുന്നത്തെ ഒരു ഓവറിൽ, ഷമീന്റെ ഓവറിൽ അടിച്ച ആ ഒരു 6-4 ഉണ്ടല്ലോ, കളീനെ ഫുള്ളി മാറ്റിയത് അവിടെ നിന്നാണ്. കാരണം ഏകദേശം ജയിക്കില്ല എന്ന് വിട്ട ഒരു മാച്ച് നിന്ന് RCBനെ പിന്നെയും ഗെയിമിലോട്ട് കൊണ്ടുവന്നത് കൃണാൽ പാണ്ഡ്യയുടെ ആ ഒരു ഓവറിൽ അടിച്ച ഷോട്ട്സ് ആണ്. അപ്പം റൊമാരിയോ ഷെപ്പേർഡ് അതിന് മുന്നേ തന്നെ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അടികളൊന്നും കറക്റ്റായിട്ട് കൊള്ളുന്നുണ്ടായിരുന്നില്ല. ആകെ ഒരു അടിയാറ്റെ 6 പോയിട്ടുണ്ടായിരുന്നുള്ളൂ കൊണ്ടത്, ബാക്കിയൊന്നും അധികം കൊള്ളുന്നുണ്ടായിരുന്നില്ല. അതിനെയാണ് അവസാനത്തെ ഓവറിലും സംഭവിച്ചത്. ദിഗ്വേഷ് റാട്ടി വന്നു, കിഡിലൻ ബോളിംഗ് എന്ന് വെച്ചാൽ കിഡിലൻ ബോളിംഗ്. ആ ഒരു ഓവറിൽ പിടിച്ചെടുത്ത ആ ഒരു റൺസിന്റെ അകത്തു നിന്നാണ് ശരിക്കും ആ ഒരു 9 റൺസിന്റെ വിജയം ഉണ്ടായത്. ആ സമയത്ത് വിശ്വസിച്ച് ഏൽപ്പിച്ച ക്യാപ്റ്റനും അതുപോലെ തന്നെ എനിക്കൊന്ന് ഷാബാസിന് ശരിക്കും ഒരു ഓവർ ബാക്കി ഉണ്ടായിരുന്നു. പക്ഷെ ആളും എനിക്ക് തോന്നുന്നു നമ്മുടെ ദിഗ്വേഷ് റാട്ടിക്ക് തന്നെയാണ് സജസ്റ്റ് ചെയ്തത്. അങ്ങനെ ആ ഒരു ഓവറിൽ ത്രില്ലറിൽ കളി ജയിച്ചു. ശരിക്കും ഇന്നലത്തെ മാച്ചിൽ ആ ഒരു ഹൈലൈറ്റഡ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് മിച്ചൽ മാർഷിന്റെ സെഞ്ചുറിയാണ്. അതുപോലെ തന്നെ അവസാനത്തോട്ട് ഇറങ്ങിയിട്ട് നമ്മളെ ഋഷഭ് പന്ത് അടിച്ച 10 ബോളിൽ 32 റണ്ണ് ഗംഭീരമായിട്ടായിരുന്നു. ആ ഒരു അടിയിലാണ് ശരിക്കും 200 മേലെ സ്കോർ പോയതും. അത് മാത്രമല്ല, RCB ബാറ്റ് ചെയ്യുന്ന സമയത്ത് ടിം ഡേവിഡ് വന്നിട്ട് അടിച്ച ഒരു അടി ഉണ്ടായിരുന്നു. ആ അടിയിൽ ശരിക്കും അത് കണ്ടിന്യൂ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്നലെ RCB ജയിച്ചേനെ. അത് മാത്രമല്ല, നമ്മുടെ രജത് പാട്ടിദാറും ഗംഭീരമായിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. രജത് പാട്ടിദാർ, ടിം ഡേവിഡ് ആയിരുന്നു അവിടെ ക്രീസിലെങ്കിൽ കളി കൂളായിട്ട് പപ്പടം പൊടിക്കുന്ന ഒരു ലാഘവത്തോടെ കളി ജയിച്ചേനെ. പക്ഷേ അവിടെയാണ് LSG ബൗളേഴ്സ് ഗംഭീരമായിട്ട് ബോൾ ചെയ്തത്. RCBയുടെ മെയിൻ പ്ലെയർ ആയിട്ടുള്ള വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് അധികം സമയം എടുക്കാൻ തന്നെ തീർത്ത് കളഞ്ഞാണ് ശരിക്കും ഇന്നത്തെ മാച്ചിൽ ഏറ്റവും ഹൈലൈറ്റഡ്, ഏറ്റവും ഇമ്പാക്ട് മൊമെന്റ് പ്രിൻസ് യാദവ് ആണ് ഇവിടെ ആ ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. മാച്ചിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ മിച്ചൽ മാർഷ് 56 ബോളിൽ 111 റൺസ്, 9 4ഉം 9 6ഉം 198 സ്ട്രൈക്ക് റേറ്റ്. വമ്പനടി എന്ന് വെച്ചാൽ വമ്പനടി. ഇതിന് മുന്നേ തന്നെ 1-2 മാച്ചസിൽ മിച്ചൽ മാർഷ് ഇതുപോലെ 50, 60, 70 ആ റേഞ്ചിലോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആൾക്കൊരു സെഞ്ചുറിയിലോട്ട് എത്താൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. ഇന്നലത്തെ മാച്ചിൽ എനിക്ക് തോന്നുന്നു ആ മഴ മൊമെന്റം ബ്രേക്ക് ചെയ്തോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുന്നില്ല. ആൾക്ക് കുറച്ചും കൂടി ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഫീൽ ആണെന്ന് ഉണ്ടായിരുന്നു ആ ഒരു മഴ പെയ്തതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ആളുടെ മൊമെന്റം ബ്രേക്ക് ആയില്ല കേട്ടോ. അത് കഴിഞ്ഞ് വന്ന് കറക്റ്റ് ആയിട്ട് അടിച്ച് ആ ഒരു സെഞ്ചുറിലോട്ട് എത്തി. അതുപോലെ ഇന്നലെ മിച്ചൽ മാർഷിന്റെ കൂടെ ഇറങ്ങിയ ഓപ്പണർ ഹർഷൻ കുൽക്കറിനെയാണ് ഇറങ്ങിയത്. ആൾ കുറച്ചു നേരം ഒന്നുള്ളൂ, അത് കഴിഞ്ഞപ്പോൾ തന്നെ ഔട്ടായി. നിക്കോളാസ് പൂരനാണ് പിന്നെയും കുറച്ചു നേരം മിച്ചൽ മാർഷിന്റെ കൂടെ നിന്നത്. ആൾക്ക് അധികം അടിക്കാൻ വേണ്ടി പറ്റിയില്ല. പക്ഷെ എന്നാലും കഴിഞ്ഞ മാച്ചിൽ ആ ഒരു ഫോം കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിലാണ് ഇന്നത്തെ മാച്ചിലും കളിച്ചിട്ടുണ്ടായിരുന്നത്. 23 ബോളിൽ 48 റൺസാണ് ഇട്ടത്, 4 4ഉം 1 6 അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ല, 10 ബോളിൽ 32 ഋഷഭ് പന്തിന്റെ ആ ഒരു ക്ലാസിക് എന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ ഋഷഭ് പന്ത് ഇപ്പൊ അടുത്തൊന്നും ഇങ്ങനെ കളിച്ചു എന്ന് ഞാൻ കണ്ടില്ല കേട്ടോ. ഈ ഒരു അടി, അതായത് വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ വെടിക്കെട്ട്, 10 ബോളിൽ 32 റൺസ്, 4 4ഉം 2 6ഉം 320 സ്ട്രൈക്ക് റേറ്റ്. ശരിക്കും ആ ഒരു അടിയിലാണ് LSG 200 മേലെ സ്കോർ ചെയ്തത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് ഡൗൺ ആയേനെ ഇന്നലത്തെ മാച്ചിൽ. ഇന്നലത്തെ RCBയുടെ ബൗളിംഗ് യൂണിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 10 താഴെ എക്കണോമിയുള്ള 2 ബൗളേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ കൃണാൽ പാണ്ഡ്യയും അതുപോലെ തന്നെ ഭുവനേശ്വർ കുമാർ. കൃണാൽ പാണ്ഡ്യയ്ക്ക് 4 ഓവറിൽ 31 റൺസ് കൊടുത്തിട്ട് 1 വിക്കറ്റ് എടുത്തപ്പോൾ നമ്മുടെ ഭുവനേശ്വർ കുമാർ 4 ഓവറിൽ 34 റൺസ് കൊടുത്ത് വിക്കറ്റ് ഒന്നും കിട്ടിയില്ല. പക്ഷേ അത്യാവശ്യം നല്ല എക്കണോമിക് ബൗളറായി. സുയാഷ് ശർമ്മ കുഴപ്പമില്ലാത്ത രീതിയിൽ ബോൾ ചെയ്ത് 2 ഓവറിൽ 21 റൺസേ കൊടുത്തിട്ടുണ്ടായിരുന്നു. വിക്കറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും അവിടെ കുറച്ച് റൺസ് പിടിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. റൊമാരിയോ ഷെപ്പേർഡ് ഇന്നലെയും ബോൾ ചെയ്തപ്പോൾ ഏകദേശം അതേപോലെ തന്നെ. ഇപ്പൊ കുറച്ചായിട്ട് ആൾ അത്ര ഫോമിലല്ല, ബോളിങ്ങിനാണെങ്കിലും ബാറ്റിംഗിലാണെങ്കിലും. ബോളിംഗിൽ പിന്നെയും കഴിഞ്ഞൊരു മാച്ചിലായിട്ടും കുഴപ്പമില്ലാണ്ട് ചെയ്തിരുന്നു. പക്ഷെ ബാറ്റിംഗിൽ വളരെ അബദ്ധമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പേഴ്സണലി. ആ ഒരു കഴിഞ്ഞ സീസണിലൊക്കെ ഒരു അടി ഉണ്ടായിരുന്നില്ല അവസാനം തൊട്ട് വന്നിട്ട്. ആ ഒരു ടൈപ്പ് അടിയൊന്നും ഇത്തവണ അധികം കണ്ടിട്ടില്ല. ഇനി ചില മാച്ചസിലൊക്കെ ഇവർക്കൊന്നും ബാറ്റിംഗ് കിട്ടിയിട്ടില്ല. ചിലപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല. എല്ലാ മാച്ചിലും
ബാറ്റിംഗ് ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും ചെയ്ത മാച്ചസിലൊന്നും ആ ഒരു അടിയില്ലേ, ആ വെടിക്കെട്ട് അത് കാണാൻ വേണ്ടി പറ്റിയില്ല. ഇന്നലെ ബോളിംഗിലും ഒരു ഓവറിൽ 16 റൺസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, വിക്കറ്റ് ഒന്നും കിട്ടിയിട്ടുമില്ല. 50 അടിച്ചൊരു ബോളർ ഉണ്ടായിരുന്നു, 4 ഓവറിൽ 53 റൺസ് കൊടുത്തിട്ട് ഒരു വിക്കറ്റ് എടുത്തത് നമ്മുടെ റസിക് സലാം. 50 അടിക്കാനായ ഒരു ബോളർ കൂടി ഉണ്ടായിരുന്നു, ഒരു റണ്ണും കൂടി കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ 50 ആയിരുന്നു. 4 ഓവറിൽ 49 റൺസ് കൊടുത്തിട്ട് നമ്മുടെ ജോഷ് ഹേസൽവുഡ് ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. 213 റണ്ണൊരു സ്കോർ ചേസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയ RCBക്ക് ഇന്നലെ ശരിക്കും നല്ല തുടക്കമായിരുന്നില്ല. കാരണം ഫസ്റ്റ് ഓവറിൽ തന്നെ 5ാമത്തെ ബോളിൽ നമ്മുടെ ജേക്കബ് ബദൽ ഔട്ടായി, നമ്മുടെ മുഹമ്മദ് ഷമിക്കായിരുന്നു ആ ഒരു വിക്കറ്റ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ഓവറിൽ 2ാമത്തെ ബോളിൽ തന്നെ നമ്മുടെ കിങ് കോഹ്ലി, വിരാട് കോഹ്ലിയും ഔട്ടായി. ഡക്കയിലാണ് ഇന്നലെ ഔട്ടായത്. പ്രിൻസ് യാദവ് ആയിരുന്നു ആ ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ തന്നെ 2 വിക്കറ്റ് പോകുന്ന സമയത്ത് ശരിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ആ ഒരു അതും പ്രത്യേകിച്ച് ചേസ് മാസ്റ്ററാണ് ഔട്ടായത്. അപ്പൊ അതുകൊണ്ട് തന്നെ കളിയിൽ ഒരു ചെറിയ സ്ലോ ഡൗൺ ആവുമെന്ന് വിചാരിച്ചെങ്കിലും നമ്മുടെ അത്രയും നല്ല ഫോമിലുള്ള ദേവദത്ത് പടിക്കലും അതുപോലെ തന്നെ രജത് പാട്ടിദാർ രണ്ടുപേരും കൂടി ക്രീസിൽ വന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു സ്റ്റാർട്ട്, വീണ്ടും ഒരു റീസ്റ്റാർട്ട് കൊടുത്ത് 10 ഓവർ കഴിയുന്നവരെ അവർ നിന്നുള്ളതാണ്. 10 ഓവർ കഴിഞ്ഞിട്ടുള്ള ബോളിലാണ് ശരിക്കും നമ്മുടെ ദേവദത്ത് പടിക്കൽ ഔട്ട് ആകുന്നത്. അപ്പോഴത്തേക്ക് തന്നെ ടീമിന്റെ സ്കോർ 104 കടന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും ഈ ഒരു മൊമെന്റിൽ 3 വിക്കറ്റ് പോയ സമയത്ത് 104 റൺസ് ആണെങ്കിലും പിന്നെയും ജയിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലായിരുന്നു ശരിക്കും RCB ഉണ്ടായിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് വന്ന ജിതേഷ് ശർമ്മ അധികം നിന്നില്ല, പെട്ടെന്ന് തന്നെ ഔട്ടായി. പിന്നീട് കുറച്ച് കഴിയുമ്പോഴേക്ക് രജത് പാട്ടിദാർ ഔട്ടായി. ആ അടുപ്പിച്ച് വന്ന വിക്കറ്റുകളെ ശരിക്കും കുറച്ചൊരു ഡൗൺ കൊണ്ടുവന്നു RCBക്ക്. അത് കഴിഞ്ഞാണ് നമ്മുടെ ടിം ഡേവിഡിന്റെ ഒരു കിടിലൻ കളി ഉണ്ടായിരുന്നത്. ടീമിന്റെ ടോട്ടൽ 158 എത്തുമ്പോഴാണ് ടിം ഡേവിഡ് ഔട്ടായത്. 6 വിക്കറ്റ് ആ ഒരു സമയം കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് നമ്മളെ കൃണാൽ പാണ്ഡ്യയും അതുപോലെ തന്നെ റൊമാരിയോ ഷെപ്പേർഡും രണ്ടുപേരും അത്യാവശ്യം ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ബാറ്റ്സ്മാൻമാരാണ്. അതുകൊണ്ട് തന്നെ എഗെയിൻ കളിയിൽ ഒരു ലൈഫ് ഉണ്ട് എന്ന് കാണിച്ചു തരുന്ന ഒരു മൊമെന്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു മാച്ച്. പ്രത്യേകിച്ച് കൃണാൽ പാണ്ഡ്യ അതിന് ഒരു മുഹമ്മദ് ഷമിയുടെ ഓവറിൽ അടിച്ച ഒരു അടിയിൽ നിന്ന് കുറച്ചൊന്ന് തിരിച്ചെഗെയിൻ RCBയുടെ കയ്യിലോട്ട് കളി എത്തുന്ന രീതിയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് റൊമാരിയോ ഷെപ്പേർഡ് ആയാലും അടുത്ത ഓവറിൽ ആ ഒരു 6 ഒക്കെ അടിച്ചിട്ട് കളി എഗെയിൻ ഒന്ന് അടുപ്പിച്ചടുപ്പിച്ച് വരുത്തായിരുന്നു. പക്ഷെ അവസാനത്തെ ഓവറിലാണ് കളി മൊത്തം പോയത്. അങ്ങനെ ഇന്നലത്തെ മാച്ചിൽ അവസാനം LSG ജയിക്കുകയായിരുന്നുണ്ടായിരുന്നു. 25 ബോളിൽ 34 റൺസാണ് നമ്മൾ ദേവദത്ത് പടിക്കൽ എടുത്തത്. 3 4ഉം ഒരു 6ഉം അടിച്ചിട്ടുണ്ടായിരുന്നു. ദേവദത്ത് പടിക്കലിന്റെ കൂടെ കട്ടക്ക് വെടിക്കെട്ടായിട്ട് അടിച്ചത് നമ്മൾ രജത് പാട്ടിദാർ ആയിരുന്നു. 31 ബോളിൽ 61 റൺസാണ് എടുത്തത്. 3 4ഉം 6 6ഉം ഉണ്ടായിരുന്നു. 190 മേലെ സ്ട്രൈക്ക് റേറ്റ് ആയിരുന്നു ആളുടെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മളെ ടിം ഡേവിഡ് അടിച്ച അടിയും വെടിക്കെട്ട് തന്നെയായിരുന്നു. 17 ബോളിൽ 40 റൺസാണ് എടുത്തത്. 4 4ഉം 3 6ഉം 235 ആയിരുന്നു ആളുടെ സ്ട്രൈക്ക് റേറ്റ്. ശരിക്കും അവിടെ ടിം ഡേവിഡ് കുറച്ചു നേരം കൂടി ഉണ്ടായിരുന്നെങ്കിൽ കളി ഈസി ആയിട്ട് RCB ജയിച്ചാൽ. അവസാനത്തോട്ട് വന്ന് നമ്മളെ കൃണാൽ പാണ്ഡ്യ 16 ബോളിൽ 28 റൺസ് എടുത്ത സമയത്ത് റൊമാരിയോ ഷെപ്പേർഡ് 15 ബോളിൽ 23 റൺസാണ് എടുത്തത്. കൃണാൽ പാണ്ഡ്യ 2 4ഉം 2 6ഉം അടിച്ചപ്പോൾ റൊമാരിയോ ഷെപ്പേർഡ് 3 4ഉം ഒരു 6ആണ് അടിച്ചത്. LSGയുടെ ബോളേഴ്സിൽ ദിഗ്വേഷ് റാട്ടിയും അതുപോലെ തന്നെ മയങ്ക് യാദവും രണ്ടുപേരും 4 ഓവർ ബോൾ ചെയ്തപ്പോൾ 50 റൺസ് വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. വിക്കറ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവസാനത്തെ ആ ഒരു ഓവർ ബോൾ ചെയ്തുകൊണ്ടായിരുന്നു ദിഗ്വേഷ് റാട്ടി അത്രയും റാങ്ക് കൊടുത്ത റൺസ് ഒക്കെ ക്യാൻസൽ ആവുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് ശരിക്കും ലാസ്റ്റ് ഓവറിൽ ചെയ്തത്. അതുകൊണ്ട് ദിഗ്വേഷ് റാട്ടിനെ എനിക്ക് കളിയാക്കാൻ തോന്നില്ല. പക്ഷേ എന്നാലും ആ ഒരു 50 റൺസ് രണ്ടുപേരും കൊടുത്ത് അവരുടെ ഭാഗത്ത് ഒരു കോൺട്രിബ്യൂഷൻ 50-50 അടിച്ചിട്ടുണ്ടായിരുന്നു. മുഹമ്മദ് ഷമിയും പ്രിൻസ് യാദവും ഒരേ എക്കണോമി റേറ്റിലാണ്, അതായത് 4 ഓവറിൽ 33 റൺസാണ് കൊടുത്തത്. മുഹമ്മദ് ഷമി ഒരു വിക്കറ്റ് എടുത്ത സമയത്ത് നമ്മുടെ പ്രിൻസ് യാദവ് 3 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. പ്രിൻസ് യാദവ് എടുത്ത ആ ഒരു വിക്കറ്റ് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിക്കറ്റാണ്. കാരണം കിങ് കോഹ്ലിയുടെ വിക്കറ്റാണ് ആൾ എടുത്ത് ആ ഒരു ബ്രേക്ക് ത്രൂ മൊമെന്റ് കൊടുത്തത്. അതുപോലെ തന്നെ നമ്മുടെ ഷഹബാസ് അഹമ്മദ് ഏകദേശം 3 ഓവറിൽ 33 റൺസാണ് കൊടുത്തത്. 2 വിക്കറ്റാണ് എടുത്തത്. പക്ഷെ ആ 2 വിക്കറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിക്കറ്റ് ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇന്നലെ കളി ജയിപ്പിക്കാൻ സാധ്യതയുള്ള 2 പ്ലേയേഴ്സിന്റെ വിക്കറ്റ്, അതും അത്രയും ഫോമായിട്ട് നിൽക്കുന്ന രജത് പാട്ടിദാറിന്റെയും ടിം ഡേവിഡിന്റെയും വിക്കറ്റ് എടുത്തത് ഷഹബാസ് അഹമ്മദ് ആയിരുന്നു. ഇങ്ങനെ ബൗളിങ്ങിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് വരും. ദിഗ്വേഷ് റാട്ടി ആണെങ്കിലും പ്രിൻസ് യാദവ് ആണെങ്കിലും ഷഹബാസ് അഹമ്മദ് ആണെങ്കിലും ഈവൻ നമ്മുടെ മുഹമ്മദ് ഷമി ആണെങ്കിലും ഫസ്റ്റത്തെ ആ ഒരു വിക്കറ്റ്, ആ ഒരു മൊമെന്റം ബ്രേക്ക് ചെയ്ത വിക്കറ്റാണ് ശരിക്കും ഫസ്റ്റ് വിക്കറ്റ്. അങ്ങനെ ഇത്രയും ഇമ്പാക്ട്ഫുൾ ആയിട്ട് ബോൾ ചെയ്തുകൊണ്ടാണ് ശരിക്കും ഇന്നലെ LSGക്ക് ജയിക്കാൻ വേണ്ടി പറ്റിയത്. ഓൾമോസ്റ്റ് ഈ ഒരു IPL സീസണിൽ പുറത്തായ ഒരു ടീമാണ് LSG. പക്ഷേ ഇപ്പോഴും ഒരു ഹോപ്പ് തരുന്നൊരു വിന്നിംഗ് ആണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. കാരണം ചെറിയ അവിടെ ഇവിടെ ആയിട്ടുള്ള കണക്കുകളൊക്കെ നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ എഗെയിൻ ഒരു ചാൻസ് ഉണ്ട് LSGക്ക്. അതിനുള്ളൊരു ചെറിയൊരു ഹോപ്പ് ഇന്നലെ അവർ വെച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇനിയുള്ള മാച്ചസ് ഒക്കെ ജയിക്കണം, എല്ലാ മാച്ചും ജയിക്കണം, നല്ല രീതിയിൽ തന്നെ ജയിക്കണം. അങ്ങനെ ജയിച്ചാൽ മാത്രമേ അതിനൊരു സാധ്യതയുള്ളൂ. പക്ഷെ എന്നാലും അവരുടെ ഒരു ഗംഭീര കംബാക്ക് തന്നെയായിരുന്നു ഇന്നത്തെ മാച്ച്. അതും RCBയുടെ കൂടെ എന്നുള്ളത് ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്.